ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിരുന്ന അഡ്വക്കേറ്റ് രാജസിംഹൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് രാജസിംഹൻ, എന്താണ് സംഭവിച്ചത്? അഡ്വക്കേറ്റ് രാജസിംഹൻ, എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് ഇത് സംഭവമുണ്ടായത്? ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് ആയിരുന്നു. ഫ്ലൈറ്റ് വൈകി 11 മണിക്കാണ് ഇവിടെ നിന്ന് ബോർഡിംഗ് കഴിഞ്ഞ് ടേക്ക് ഓഫ് ചെയ്ത ഉടനെ തന്നെ വിമാനം ഉയർന്നൊരു വിത്തിൻ 5 മിനിറ്റ്സ് ഈ റൈറ്റ് സൈഡിലെ ചിറകിന്റെ അവിടെ നിന്നും തീ കണ്ടു തുടങ്ങി. പാസഞ്ചേഴ്സ് അപ്പോൾ പെട്ടെന്ന് ബഹളം ഉണ്ടാക്കി. അവിടെ ഫയർ കണ്ട ആളുകൾ ബഹളം ഉണ്ടാക്കി. ഞാനൊക്കെ ഇരിക്കുന്ന സീറ്റിന്റെ തൊട്ടടുത്ത് എനിക്ക് നേരിട്ട് കാണാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ വളരെ വലിയൊരു ശബ്ദവും കേട്ടുകൊണ്ടിരുന്നു. ബാക്ക് സൈഡിലൊക്കെ ഷിവർ ചെയ്യുന്ന വളരെ വലിയ ശബ്ദം കേൾക്കുകയും ചെയ്തു. ഉടനെ ആളുകൾ ബഹളം വയ്ക്കുകയും അവർ ക്യാബിൻ ക്രൂ ഇടപെട്ട് എല്ലാവരോടും കൺട്രോളിലാണ്, ശാന്തരായിരിക്കാൻ പറഞ്ഞു. പക്ഷെ ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് ബഹളം ഉണ്ടാക്കി. ഏതായാലും 10 മിനിറ്റ്സിൽ എമർജൻസി ലാൻഡിംഗ് നടത്തി. എയർപോർട്ടിന്റെ വളരെ ദൂരെയുള്ള എയർപോർട്ടിനകത്ത് തന്നെയാണ് കുറച്ച് പുല്ല് പിടിച്ചൊരു സ്ഥലത്തേക്ക്, ഒരു ഹൈറ്റുള്ള ഒരു സ്ഥലത്തേക്ക് അവർ വളരെ എമർജൻസി ആയിട്ട് ലാൻഡിംഗ് നടത്തിയപ്പോൾ ഫയർ അത്യാവശ്യം നന്നായിട്ട് പിടിച്ചു തുടങ്ങി. ആ ഒരു സൈഡിൽ എനിക്ക് തോന്നുന്നു എഞ്ചിന്റെ ആണ് ഫയർ പിടിച്ചതെന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. ഇമ്മീഡിയറ്റ് ആയിട്ട് അവര് എമർജൻസി ഡോർ തുറക്കുകയും എല്ലാവരോടും ഒരു സാധനം എടുക്കാതിരുന്ന് ചാടിക്കൊള്ളാൻ പറഞ്ഞു. പറ എല്ലാവരും ചാടുകയായിരുന്നു വെളിയിലേക്ക്. എമർജൻസി എക്സിറ്റ് വഴി എല്ലാവരും ചാടി ഇറങ്ങി. ആ ചാടി ഇറങ്ങിയതിന്റെ ഇടയിൽ ഇറങ്ങിയതിൽ നിന്നുള്ള ആളുകൾക്കെല്ലാം ചിലർക്ക് ചെറിയ ചെറിയ പരിക്കുകൾ കൈക്കും അവിടെ ഇവിടെയൊക്കെ വീഴുന്നു. ചില പ്രായമുള്ള ആളുകൾ ചാടുന്നതുകൊണ്ട് അവർക്കും ഉണ്ടായി. അവരെയൊക്കെ പെട്ടെന്ന് ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ആളുകളെ ഇപ്പൊ ഞങ്ങളെ അവിടെ നിന്ന് ബസ് വന്നു, എയർപോർട്ടിനുള്ളിലെ ബസ് വന്ന് ഞങ്ങൾ എയർപോർട്ടിന്റെ ഒരു ഭാഗത്തേക്ക് മാറ്റി. ഞങ്ങളെല്ലാം ഇവിടെ എടുത്ത് ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. താങ്കൾ സുരക്ഷിതനാണോ ഇപ്പോൾ? നിങ്ങളെ എവിടേക്കാണ് മാറ്റിയത്? ഒപ്പം ഈ എയർ ഇന്ത്യ എക്സ്പ്രസുമായി ബന്ധപ്പെട്ട ആളുകൾ നിങ്ങളുമായി സംസാരിച്ചിരുന്നോ? ായിട്ട് മറ്റാരും സംസാരിച്ചിട്ടില്ല. ആ ക്രാഫ്റ്റിനടുത്തേക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് ആംബുലൻസുകളെല്ലാം വന്നു. അതുപോലെ തന്നെ അതിലെ ഫയർ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഇങ്ങനെ വാട്ടർ സ്പ്രേ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് ബസ് വന്നു. അതിനിടയ്ക്ക് ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്തു തുടങ്ങി. ഞങ്ങളെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ബസ്സിലേക്ക് കയറ്റി ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. എയർപോർട്ടിനുള്ളിലേക്ക് ഒരു സേഫ് സ്ഥലത്തേക്ക് എത്തിച്ചു. എയർക്രാഫ്റ്റിന്റെ ചുറ്റിനും ഇപ്പോഴും ആംബുലൻസുകളും അതുപോലെ ഫയർ എഞ്ചിനും ഒക്കെ ആയിട്ട് അവിടെ നിൽക്കുകയാണ്. എനിക്കൊന്നും ഒരു കുഞ്ഞ് കൈ ഉരുണ്ട് താഴേക്ക് ചാടിയപ്പോൾ ഒന്ന് ഉരുണ്ട് മാറിയതിന്റെ ചെറിയൊരു സ്ക്രാച്ച് മാത്രമേ കയ്യിലുള്ളൂ. ചില ആളുകൾക്ക് അതാണ്. ചിലർക്ക് അവിടെ നിന്ന് മുകളിൽ നിന്ന് ഹൈറ്റിൽ നിന്നുകൊണ്ട് ചാടിയത് കൊണ്ട് പ്രായമായ ആളുകൾക്ക് ചെറിയ പരിക്കുകളുണ്ട്. അവരൊക്കെ പെട്ടെന്ന് ആംബുലൻസിൽ പല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. വല്ലാതെ ഉയരത്തിൽ വെച്ച് വളരെ പാനിക്കിലായി. ഈ ആകാശം നിൽക്കുകയും പുറത്ത് തീ കത്തുന്ന നേരിട്ട് കാണുകയും ചെയ്യുമെന്ന ഒരവസ്ഥയും അതുപോലെ വല്ലാത്ത ശബ്ദവും. എയർ ഇന്ത്യ എക്സ്പ്രസ് 9:45 തുടങ്ങി പോകേണ്ട ഫ്ലൈറ്റാണ് 11 മണിക്ക് ലേറ്റ് ആയിട്ട് അവരത് ടേക്ക് ഓഫ് ചെയ്തത്. ഈ വൈകാനുണ്ടായ സാഹചര്യം എന്താണെന്ന് അറിയിച്ചിരുന്നോ? ഇല്ല, ഞങ്ങൾ എല്ലാവരും തന്നെ വൈകുന്നത് എന്താണെന്ന് അറിയാതെ ഇരിക്കുകയായിരുന്നു. പക്ഷെ വിമാനം വളരെ വൈകിയാണ് ടേക്ക് ഓഫ് ചെയ്തത്. 2 മണിക്കൂർ മുമ്പ് ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വന്ന് കാത്തിരുന്ന ആളുകളാണ്. പറന്നുയർന്ന ഉടൻ തന്നെ ഈ വിമാനത്തിന്റെ ചിറകിന് തീ പിടിച്ചു എന്ന തരത്തിലാണ് നമ്മുടെ പ്രതിനിധി TV പ്രസാദ് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ എത്രത്തോളം ഉയരത്തിൽ വെച്ചാണ് ഈ അഡ്വക്കേറ്റ് രാജസിംഹൻ ദയവായി തുടരുക. ഈ ദൃശ്യങ്ങളൊന്ന് പൂർണ്ണമായും കണ്ടതിന് ശേഷം തിരികെ അങ്ങേലേക്ക് എത്താം. അല്ലല്ല ഇത് അഡ്വക്കേറ്റ് രാജസിംഹൻ, ഈ ദൃശ്യങ്ങൾ കാണുകയായിരുന്നു. ഇതിൽ തീ പിടിക്കുന്നത് വ്യക്തമായി കാണാൻ ദൃശ്യമാണ്. എത്രത്തോളം വിമാനം ടേക്ക് ഓഫ് ചെയ്ത് എത്രത്തോളം ഉയരത്തിലെത്തിയപ്പോഴാണ് ഈ തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത്? വിമാനത്തിനുള്ളിലെ ഒരു സാഹചര്യം എന്തായിരുന്നു? എല്ലാവരും വളരെയധികം പാനിക്കായ ഒരു അവസ്ഥയിലായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. റൺവേയിൽ നിന്നും പറന്നുയർന്നപ്പോൾ തന്നെ ഒരു ഉലച്ചിലും ശബ്ദവും ഉണ്ടായിരുന്നു. വിമാനം ഉയർന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ്, എക്സാക്ട്ലി ഒരു 5 മിനിറ്റ്സ് പറന്നുയർന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ താഴെയുള്ള ചെറിയൊരു സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണാമെങ്കിലും വളരെ ഉയരത്തിലെത്തിയിരുന്നു. അപ്പോഴാണ് ഈ കാഴ്ചകൾ മങ്ങുന്ന ഒരു സമയം എത്തി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കാണണം. അപ്പോഴാണ് ഈ തീപിടുത്തം കണ്ടു തുടങ്ങിയത്.
അതും വളരെ ആദ്യം തീ പിടിക്കുന്നത് ഒരു മിന്നൽ പിണര് വരുന്നത് പോലെയാണ് അവിടെ തീ കണ്ടത്. വളരെ വലിയൊരു തീ ഇങ്ങനെ പെട്ടെന്ന് ലൈറ്റ്നിങ് പോലെ ഒരു തീയാണ് ആദ്യം അവിടെ കണ്ടത്. അത് കഴിഞ്ഞ് രണ്ടാമത് കണ്ടു. കുറച്ചു നേരം കഴിഞ്ഞ് തീ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് കത്തി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. നിലവിൽ ഫ്ലൈറ്റിന്റെ ഒരു അവസ്ഥ എന്താണെന്ന് അറിയാമോ? ഇമ്മീഡിയറ്റ് ആയിട്ട് ലാൻഡ് ചെയ്തു. എയർപോർട്ട് അറിയാലോ, ബാംഗ്ലൂർ എയർപോർട്ട് വളരെ വലിയൊരു ഏരിയ ആണ്. അതിൽ കുറച്ച് ഹൈറ്റ് ഉള്ള ഒരു ഹിൽ ടോപ്പ് പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് പെട്ടെന്നുകൊണ്ട് ലാൻഡ് ചെയ്തത്. അവിടെ അത്യാവശ്യം സത്യം പറഞ്ഞാൽ അവിടെ മറ്റു വെളിച്ചമൊന്നും അധികം ഉണ്ടായിരുന്നില്ല. 1-2 ഫയർ എഞ്ചിൻ മാത്രമാണ് അവിടേക്ക് ഓടി വന്നത്. ലാൻഡ് ചെയ്തു. ഞങ്ങളോട് ആദ്യം ക്യാബിൻ ക്രൂ ഒന്നും പേടിക്കേണ്ട, എവരിബഡി ബി സീറ്റഡ്, എവരിത്തിങ് അണ്ടർ കൺട്രോൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഫയർ ജം 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 എന്ന് പറഞ്ഞ് പെട്ടെന്ന് വിളിച്ച് എമർജൻസി ഡോർ തുറന്ന് ഫയർ ജം ജം എസ്കേപ്പ് ഡോണ്ട് ടേക്ക് എനിത്തിങ് എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയായിരുന്നു. ആളുകളെല്ലാം പെട്ടെന്ന് ചാടി പറ വെളിയിലേക്ക് ചാടുകയായിരുന്നു എമർജൻസി എക്സിറ്റ് വഴി. ഈ ലാൻഡിംഗ് സ്മൂത്ത് ആയിട്ടാണോ നടത്തിയത്? പ്രത്യേകിച്ച് ഇത്തരത്തിൽ തീ പിടിച്ച ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും സാങ്കേതിക പിഴവാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. യാത്രക്കാരെല്ലാം തന്നെ സുരക്ഷിതരല്ലേ? ചെയ്യാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ വി ആർ ലാൻഡിംഗ് ബാക്ക് എന്ന് അനൗൺസ്മെന്റ് വന്നിട്ടും ഒരു 5 മിനിറ്റ്സ് എടുത്തു. അപ്പൊ കൂടുതൽ പാനിക്കായി. കാരണം ഒരു സൈഡ് തീ കണ്ടുകൊണ്ടിരിക്കുന്നു, ലാൻഡ് ചെയ്യാൻ വീണ്ടും 5 മിനിറ്റ്സോളം എടുക്കുന്നു. എങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. കാരണം താഴേക്ക് വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ സ്പീഡിൽ വന്ന് ലാൻഡ് ചെയ്തിട്ട് റൺവേയിൽ അധികം ഓടാതെ ഒരു സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ വണ്ടി കുറച്ച് മുമ്പോട്ടായിട്ട് പെട്ടെന്ന് തന്നെ നിർത്തിയായിരുന്നു അവര്. അഡ്വക്കേറ്റ് രാജസിംഹൻ, ഈ യാത്രക്കാർ അറിയിക്കുമ്പോൾ മാത്രമാണോ ഈ വിമാനത്തിന്റെ ഉള്ളിലുള്ള ആളുകൾ, ക്യാബിൻ ക്രൂ അടക്കമുള്ളവർ അവരുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നത്? പുറകിലിരിക്കുന്ന ആളുകൾ വിളിച്ചു പറഞ്ഞപ്പോ എന്റെ സീറ്റിന്റെ തൊട്ട് മുമ്പിലുള്ള ഒരു ലേഡി ആയിരുന്നു. അവരാണ് ഇരുന്നുകൊണ്ട് ഫയർ എന്ന് ആദ്യം വിളിച്ചത്. ഈ ഫയർ എല്ലാവരും കണ്ടു, ഞാനടക്കം കണ്ടു റൈറ്റ് സൈഡിൽ. പെട്ടെന്ന് എനിക്ക് ആദ്യം തോന്നിയ ഒരു ഒരു ലൈറ്റിനിങ് ആണ്. വളരെ തീയുടെ കളറിലൊരു മിന്നലുണ്ടായതുപോലെയാണ് ആദ്യം തോന്നിയത്. പക്ഷെ വിമാനം അതിന് തൊട്ട് മുമ്പ് തന്നെ ഭയങ്കരമായ ഒരു ശബ്ദം പുറകു സൈഡിൽ കേട്ടിരുന്നു. ഒരു ജർക്കിംഗ് സൗണ്ട് വല്ലാതെ കേട്ട് തുടങ്ങിയിട്ടുണ്ട്. മറ്റ് യാത്രക്കാർ അങ്ങേക്കൊപ്പം ഉണ്ടോ? അവരുടെ ഒരു അവസ്ഥ എന്താണ്? നിങ്ങൾക്കൊക്കെയും കൊച്ചിയിലേക്ക് എത്തേണ്ടതായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും ഇവിടെ മൊത്തം അവരെ പോലീസ് ഫോഴ്സ്, സെക്യൂരിറ്റി ഫോഴ്സ് എല്ലാവരും ഉണ്ട്. യാത്രക്കാരൊക്കെ ഇവിടെയുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുമായി ബന്ധപ്പെട്ടിരുന്നോ? പ്രതിനിധികളുമായി ബന്ധപ്പെട്ടിരുന്നോ? ഞാൻ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോൾ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വൈസ് പ്രസിഡന്റ് മിസ്റ്റർ പ്രഗീഷ്, അദ്ദേഹം എന്റെ ഫ്രണ്ട് കൂടെയാണ്. ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ജമ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവരെ ഓടി മാറാൻ പറഞ്ഞു. ഞങ്ങളൊരു 100-200 മീറ്റേഴ്സ് ദൂരത്തേക്ക് ഓടി മാറിയായിരുന്നു. അവിടെ എല്ലാം നല്ല ഇരുട്ടുമായിരുന്നു, പുല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അവിടേക്ക് ഓടി മാറി. അപ്പൊ അതിനുശേഷം ഞാൻ ആദ്യം ചെയ്തത് ഞാൻ മിസ്റ്റർ പ്രഗീഷിനെ ഫോണിൽ വിളിച്ച് ഞാൻ അറിയിക്കുകയായിരുന്നു.